നമ്മളിന്ന് പോകുന്നത് മൂന്നാറിലേക്കാണ്. കൊച്ചി ടു മൂന്നാർ ഒരു 120 കിലോമീറ്റർ ഉണ്ടെന്നാണ് ഗൂഗിൾ മാപ്പിൽ കാണിക്കുന്നത്. പ്രോബ്ലി ഒരു 3.5 മണിക്കൂർ അല്ലെങ്കിൽ 4 മണിക്കൂർ മാക്സിമം ട്രാഫിക് എല്ലാം കൂടെ വെച്ചിട്ട് പോവാം. നമ്മളിപ്പം പെരുമ്പാവൂരെത്തി. ഇപ്പം വന്നത് കാക്കനാടിൽ നിന്ന് നമ്മുടെ വീഗാലാൻഡിൻ്റെ ഫ്രണ്ടിൽ കൂടെ നേരെ കിഴക്കമ്പലം വന്നിട്ട് കിഴക്കമ്പലത്തിൽ അവിടുന്ന് നേരെ പെരുമ്പാവൂർ. അതാണ് ഏറ്റവും ഈസിയസ്റ്റ് വേ. ഞാനിപ്പം മൂന്നാർ വന്നിട്ട് ഒരു 2-3 വർഷമായി. 3 വർഷത്തിന് മുമ്പാണ് ഞാൻ വന്നത് ലാസ്റ്റ്. കഴിഞ്ഞ വർഷത്തെ പ്രളയം നല്ല രീതിയിൽ ഇവിടെ എഫക്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് കണ്ടാൽ മനസ്സിലാവും. റോഡുകൾ പകുതി പോയി, അതിൻ്റെ റീകൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്, നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. മൂന്നാർ ടൗൺ എത്തി. പക്ഷെ ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടൽ മൂന്നാർ ടൗണിന് മുമ്പായിരുന്നു. ഞങ്ങൾ ഈ ഗൂഗിൾ മാപ്പ് നോക്കി വന്നതാണ്. പക്ഷേ ഗൂഗിൾ മാപ്പിൽ എപ്പോഴും കറക്റ്റ് ആവണമെന്നില്ലല്ലോ, തെറ്റിപ്പോയി. ആക്ച്വലി മൂന്നാർ ടൗണിൽ നിന്ന് എത്തുന്നതിന് മുമ്പ് 5 കിലോമീറ്റർ മുമ്പായിട്ടാണ് നമ്മൾ താമസിക്കുന്ന ഹോട്ടൽ. ആംബർ ഡെയിൽ എന്നാണ് അതിൻ്റെ പേര്. അതിപ്പോൾ തിരിച്ച് വെക്കൊണ്ടിരിക്കുക. അവരെ വിളിച്ചപ്പോഴത്തേക്ക് അവർ നമ്മൾ ലൊക്കേഷൻ അയച്ചു തന്ന് തിരിച്ച് നമ്മൾ അങ്ങോട്ട് വെക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് ഗൂഗിൾ മാപ്പ് നോക്കി എങ്ങും പോകരുത്, ഒന്ന് കൺഫേം ചെയ്തിട്ട് പോകുന്നതായിരിക്കും നല്ലത്. ഹോട്ടലിലേക്ക് ചെക്ക് ഇൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചെക്ക് ഇൻ ഫെസിലിറ്റി ക്ലൈമറ്റ് കൊള്ളാം.
നല്ല ക്ലൈമറ്റ്. ഒരു 15-16 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ മാക്സിമം മാത്രമേ ഉള്ളൂ. കുഴപ്പമില്ല, നല്ല ക്ലൈമറ്റാണ്. ഇവിടെ മൂന്നാറിൽ ഇതേപോലെ വ്യൂ ഉള്ള 2 ഹോട്ടലേ ഉള്ളൂ എന്നാണ് അവർ പറഞ്ഞത്. ഇതും ഈ ആംബർഡീൽ എന്ന് പറഞ്ഞ ഹോട്ടലും നമ്മളിപ്പോൾ താമസിക്കുന്ന ഹോട്ടലും പിന്നെ ഫ്രാഗ്രന്റ് നേച്ചർ, ഇത് രണ്ടുമാണ് ഇതേപോലെ വ്യൂ ഉള്ള ഹോട്ടൽ. നിങ്ങൾക്ക് ഞാൻ നാളെ രാവിലെ ഞാൻ കാണിച്ചു തരാം ഇതിൻ്റെ വ്യൂവും ബാക്കി കാര്യങ്ങളെല്ലാം. പുറത്തോട്ട് നോക്കിയത് എങ്ങനെയുണ്ടെന്ന്. ഓക്കെ, നമ്മൾ മൂന്നാർ കാണാൻ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഹോട്ടലിൽ നിന്ന് എനിക്കൊരു ലിസ്റ്റ് തന്നു കാണേണ്ട ടൂറിസ്റ്റ് സ്പോട്ടുകൾ. അതിൽ അവിടുത്തെ ഒരു ടൂർ ഗൈഡ് ചെയ്യുന്ന പുള്ളി പറഞ്ഞത് നേരെ ഇവിടുന്ന് ടോപ്പ് സ്റ്റേഷൻ പോയിട്ട് ടോപ്പ് സ്റ്റേഷനിൽ നിന്ന് തിരിച്ച് വരുമ്പോൾ നമുക്ക് കുണ്ടല ലേക്ക്, എക്കോ സ്പോട്ട്, മാട്ടുപ്പെട്ടി ഡാം, പിന്നെ ഫ്ലവർ ഗാർഡൻ, ബൊട്ടാനിക്കൽ ഗാർഡൻ, ഇതെല്ലാം തിരിച്ച് വരുന്ന വഴിക്ക് നമുക്ക് കാണാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കണ്ണൻ ദേവൻ ഹിൽസ്. ഹിൽ ടോപ്പ് എത്തുന്നതിന് കുറച്ച് മുമ്പായിട്ട് കണ്ണൻ ദേവൻ ഹിൽസ് കാണാൻ പറ്റും. ഇവിടുന്നാണ് നമ്മുടെ ലോകമെങ്ങും എല്ലാവർക്കും തേയില പോകുന്നത്. ഈവൻ ബക്കിംഗ്ഹാം പാലസിലേക്കുള്ള തേയില പോകുന്നത് ഇവിടുന്നാണെന്നാണ് പറയുന്നത്. ടോപ്പ് ക്വാളിറ്റി, അത് ഹൈറ്റ് കൂടുന്നതനുസരിച്ച് ടോപ്പ് ക്വാളിറ്റിയിലേക്ക് പോകും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ ഹിൽ ടോപ്പിലേക്ക് വരുവാണെങ്കിൽ
മാക്സിമം ഒരു 8 മണിക്ക് മൂന്നാർ ടൗണിൽ തിരിക്കാൻ നോക്കുക. എന്നാൽ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് അവിടെ പോയിട്ട് 11 മണി കഴിഞ്ഞതിന് ശേഷം താഴോട്ട് ഇറങ്ങുന്നതനുസരിച്ച് ഓരോ ഡെസ്റ്റിനേഷൻ കണ്ടു പോകാം. ഇല്ലെങ്കിൽ നിങ്ങൾ വീക്കെൻഡ് വല്ലതും വരുവാണെങ്കിൽ നല്ല രീതിയിൽ ട്രാഫിക് ആയിരിക്കും, നിങ്ങൾ സ്റ്റക്കപ്പ് ആവുന്ന സകല ചാൻസും ഉണ്ട്. അതുകൊണ്ട് മാക്സിമം രാവിലെ തന്നെ തിരിക്കാൻ നോക്കും. ഈ ഹിൽ ടോപ്പിലേക്കുള്ള പോകുന്ന വഴിയാണ് ഇതിന് കാണാനുള്ള ഭംഗി. അല്ലാതെ ഹിൽ ടോപ്പിലേക്ക് നമ്മൾ ഓടി ചെന്നിട്ട് അവിടെ ഒന്നുമില്ല കാണാൻ. പോയിന്റിൽ നിന്ന് നേരെ കോട ഇറങ്ങുന്നതൊക്കെ കാണാൻ പറ്റും. വൈകിട്ട് 6 മണിയോടെ കൂടി ഞങ്ങൾ തിരിച്ച് റൂമിലെത്തി. അവധി ദിവസമായതിനാൽ ബൊട്ടാനിക്കൽ ഗാർഡനോ കുണ്ടല ലേക്കോ വിസിറ്റ് ചെയ്യാൻ പറ്റില്ല. എങ്കിലും തിരിച്ച് ഹോട്ടലിൽ എത്തിയപ്പോഴത്തേക്ക് കോടമഞ്ഞ് നിറഞ്ഞൊരു അന്തരീക്ഷമായിരുന്നു. അത് ഞങ്ങളുടെ മൂന്നാർ ട്രിപ്പിൻ്റെ ഏറ്റവും നല്ലൊരു അനുഭവമായിരുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ താഴെയുള്ള ലൈക്ക് ബട്ടൺ അമർത്തിയ ശേഷം സബ്സ്ക്രൈബ് ബട്ടൺ തൊട്ടപ്പുറത്തുള്ള ബെൽ ഐക്കണും ഒന്ന് അമർത്തുക. താങ്ക് യു.